ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോക്ക്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2022 റിലീസ് ചെയ്തിട്ടുള്ള ജെയിലാങ്കോങ് എന്ന ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. ഒരു ഫാമിലി വെക്കേഷൻ ആയിട്ട് ഒരു റിമോട്ട് ആയിട്ടുള്ള പ്ലേസിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഇവർക്ക് സംഭവിച്ചിട്ടുള്ള തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സിനിമ പറയുന്നത്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു വലിയ കാടിന്റെ ഉള്ളിലായിട്ട് ഒരു വീട് കാണിക്കുകയാണ്. വീടിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും കയ്യിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാകയും വെച്ചിട്ട് എന്തോ ഒരു ചടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാല് ഇവരുടെ മകൻ മരിച്ചുപോയിട്ട് അധികം നാളായിട്ടില്ല. അവനെ വീണ്ടും ജീവനോടെ തിരിച്ചു കൊണ്ടുവരുന്നതിനായിട്ടുള്ള ചടങ്ങുകളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ച് തന്നെ ആ ഒരു പാവ കയ്യിലെടുക്കുന്നുണ്ട്. എന്നിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ ഇങ്ങനെ ചൊല്ലുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ തൊട്ടടുത്ത റൂമിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ശബ്ദം കേട്ട സമയത്ത് തന്നെ രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമാവാണ്. മരിച്ചുപോയിട്ടുള്ള തങ്ങളുടെ മോൻ തിരിച്ചു വന്നു എന്ന് വിചാരിച്ചിട്ട് അയാളിപ്പോ ശബ്ദം കേട്ടിട്ടുള്ള റൂമിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇരുട്ടിലേക്ക് നടന്നു പോയിട്ടുള്ള അയാൾക്ക് എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ കുറച്ച് സമയത്തിന് ശേഷം അയാൾ തിരിച്ചു വരുന്നുണ്ട്. ഇയാളുടെ കഴുത്ത് അങ്ങനെ ബേക്കിലേക്ക് തിരിച്ചൊടിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നിലത്തേക്ക് വീണിട്ട് അയാൾ മരിച്ചു പോകുന്നുണ്ട്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ലേഡിക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് മാത്രം ഇപ്പൊ കാണിക്കുന്നില്ല. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഹീറോയും ഹീറോയിനെയും കാണിക്കുകയാണ്. ഹീറോയിൻ ഇപ്പൊ പ്രഗ്നന്റ് ആണ്. ഇവർക്ക് ഒരു മകനും ഒരു മകളും ഉണ്ടായിരുന്നു. ഇവരെല്ലാരും ചേർന്നിട്ട് കാറിൽ എങ്ങോട്ടേക്കോ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഇവരുടെ കാറിന്റെ ടയർ പഞ്ചറായിട്ടുണ്ട്. ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ ടയറൊക്കെ മാറ്റുകയാണ്. അതിനുശേഷം അവർ വീണ്ടും മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോ ഒരു പാലം കാണാണ്. ഈ പാലത്തിലേക്ക് കയറണമെങ്കിൽ അവിടെ വെച്ചിട്ടുള്ള ഈ പോസ്റ്റിന്റെ ഉള്ളിൽ കൂടെ കടന്നു വേണം മുന്നോട്ടേക്ക് പോകാനായിട്ട്. എന്നാൽ അതിന്റെ ഉള്ളിൽ കറക്റ്റ് ഒരു കാറിന് കയറി പോകാൻ പാകത്തിനുള്ള വീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ ഒരു പോസ്റ്റും കാര്യങ്ങളെല്ലാം കടന്നിട്ട് അവരൊരു പുഴയുടെ അരികിലേക്ക് എത്താണ്. അവിടെ കാറ് നിർത്തുന്നുണ്ട്. ഈ ഒരു സ്ഥലമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിനും ഇവരുടെ മകനും കൂടി പുറത്തിറങ്ങുകയാണ്. അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ടങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോ കാറിലിരുന്നിട്ട് അവന്റെ മകളോട് ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ എപ്പോഴും ഭയങ്കര അഗ്രസീവ് ആയിട്ടാണ് പെരുമാറുന്നത്. അത് മാത്രമല്ല ഒരു കാര്യത്തിനും തീരെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല. ഹീറോ അവളോട് പറയാണ്, നീ ഇപ്പൊ പഴയ മാതിരി ചെറിയ കുട്ടിയൊന്നുമല്ല. ഇനി മുതൽ നിന്റെ അനിയന്റെ കാര്യങ്ങൾ കൂടി നീയാണ് നോക്കേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൾ ഉപദേശിക്കുന്നുണ്ട്. ഇപ്പൊ അനിയനെ നോക്കുകയാണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ വെച്ചിട്ട് എല്ലാ ഭാഗവും അവൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവനിപ്പോ കളിച്ചിട്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കാട്ടിലേക്ക് മെല്ലെ നടന്നു പോവാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ചേച്ചീനെ വിളിച്ചിട്ട് നിന്റെ അനിയൻ എങ്ങോട്ടേക്ക് പോകുന്നത്, ഒന്ന് പോയി നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഈ പയ്യൻ പോയ പുറകെ തന്നെ അവളും പോയി നോക്കുകയാണ്. ഈ ഒരു കുരുത്തം കണ്ട ചെക്കനാണെന്നുണ്ടെങ്കിൽ പോയിട്ട് ഏതോ ഒരു കാടിന്റെ ഉള്ളിലേക്കാണ് കയറി പോകുന്നത്. അവിടെ നിന്നിട്ട് അവനിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എടാ, ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അച്ഛനും അമ്മയും നിന്നെ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടുള്ളത്. വാ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവളിപ്പോ അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവൻ ഫോട്ടോ എടുക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ പോയിക്കോ, ഞാൻ വന്നോളാന്നൊക്കെ അവനിപ്പോ വിളിച്ചു പറയുന്നുണ്ട്. നീ എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞിട്ട് അവളും ഇപ്പൊ അവിടുന്ന് പോകുന്നുണ്ട്. ഇവനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവനൊരു കാര്യം കാണുന്നത്. ഇവന്റെ തൊട്ടു ബേക്കിലായിട്ട് ആരോ നിൽക്കുന്നത് മാതിരി അവനിപ്പോ ക്യാമറയിൽ കാണാണ്. ഇത് കണ്ട സമയത്ത് തന്നെ അവൻ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. എന്നാൽ ബേക്കോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ ആരെയും കാണാനായിട്ടുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് തന്നെ വെള്ളത്തിന്റെ ഉള്ളിൽ നിന്നും ആരോ ഒരാൾ പൊങ്ങി വരുന്നുണ്ട്. പെട്ടെന്ന് ഇയാൾ പൊങ്ങി വന്ന സമയത്ത് ഇവൻ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. ഇപ്പൊ താനാരാ എന്താന്നൊക്കെ അവനിപ്പോ വിളിച്ചു ചോദിക്കുകയാണ്. ഇത് ഞങ്ങളുടെ കാണാണ്. ഞങ്ങൾ ഈ ഒരു ഭാഗത്തൊക്കെയാണ് ജീവിക്കുന്നത്. ഈ വെള്ളത്തിലുള്ള വൃത്തികേടുകളൊക്കെ ക്ലീൻ ചെയ്യുക, അതൊക്കെയാണ് എന്റെ ജോലി. ഇതേപോലെ ഒരു കാടിന്റെ ഉള്ളിൽ നിന്നെ പോലുള്ള ഒരു പയ്യൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് പിന്നെ ഞാനും എന്റെ ഫാമിലി ആയിട്ട് ഇവിടെ ട്രിപ്പിന് വന്നതാണ്. ഞാനിപ്പോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നത്. എന്നാൽ തിരിച്ചു പോകാനുള്ള വഴിയൊന്നും അറിയില്ലെന്ന് ആ ഒരു പയ്യൻ ഇപ്പൊ പറയുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, ഓക്കെ, നിന്റെ അച്ഛൻ്റെ അമ്മേന്റെ അടുത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുവിടാം. ഇത് കഴിഞ്ഞപ്പോ പയ്യൻ പറയാണ്, നിങ്ങളെ കണ്ടാൽ തന്നെ നല്ലൊരു കള്ള ലക്ഷണം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളാന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവാണ്. ഇവനിപ്പോ പോയിട്ട് കാടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. മെല്ലെ മെല്ലെ ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് തന്നെ ഇവന്റെ തൊട്ടു ബാക്കിലായിട്ട് ആരോ ഒരാൾ ഇവനെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഫീലിംഗ് നമ്മുടെ ഈ ഒരു പയ്യന് വരുന്നുണ്ട്. ഈ ഒരു കാര്യം കൂടി കണ്ടു കഴിഞ്ഞപ്പോ അവന് നല്ല രീതിയിൽ പേടിയാവാണ്. അവനിപ്പോ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ നിലത്ത് ഒരു പാവ കിടക്കുന്നതായിട്ട് അവൻ കാണാണ്. ഫസ്റ്റത്തെ സീനിൽ നമ്മൾ ഈ ഒരു പാവ കണ്ടതായിട്ട് ഓർക്കുന്നില്ലേ? അതേ പാവ തന്നെയാണിത്. അതിപ്പോ അവൻ കയ്യിലെടുത്ത് പിടിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ പെട്ടെന്ന് ഇവന്റെ കാലിലേക്ക് ആരോ കയറി പിടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവനെ അത് വലിച്ചെടുത്തുകൊണ്ട് പോവാണ്. ഇവന്റെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അവന്റെ ഫോണിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും നേരമായിട്ട് ഈ ചെക്കൻ തിരിച്ചു വന്നല്ലേ എന്നൊക്കെ പറഞ്ഞ അവന്റെ ഫോണിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുറെ നേരം വിളിച്ചിട്ടും ഒരു റെസ്പോൺസും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവസാനമായിട്ട് അവനെ കണ്ടിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ അവർ പോയി നോക്കുന്നുണ്ട്. എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ ഇവൾക്ക് നല്ല രീതിയിൽ ടെൻഷൻ ആവാണ്. അവളിപ്പോ നേരെ അവന്റെ അച്ഛന്റെ അമ്മേന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് അവനെ അവിടെ ഒന്നും കാണുന്നില്ല, എങ്ങോട്ടാ പോയെന്നൊരു പിടുത്തമില്ല എന്നൊക്കെ പറയാണ്. ഇത് കേട്ട സമയത്ത് തന്നെ അച്ഛന് നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട്. അയാളിപ്പോ ഓടി കാട്ടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. രണ്ടുപേരും ടോർച്ചൊക്കെ അടിച്ചിട്ട് ഈ ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ അവന്റെ പേരും വിളിച്ച് അങ്ങനെ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ മഴ പെയ്യാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഇരുട്ടായിട്ടുണ്ട്. എന്നാലും അവർ ആ ഒരു ഭാഗമൊക്കെ ഇവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അന്വേഷിക്കുകയാണ്. എന്നാൽ കുറെ സമയം ഈ ഒരു പയ്യനെ തെരഞ്ഞ് കാടിന്റെ ഉള്ളിൽ കൂടെ നടന്നിട്ടുണ്ടെങ്കിലും അവനെ കണ്ടുപിടിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിലേക്ക് വിളിച്ചിട്ട് ഒരു വലിയ ടീമിനെ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു കാട് മുഴുവനായിട്ടും
അവർ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. കുറെ സമയം പോലീസുകാര് ആ ഒരു ഭാഗത്ത് മുഴുവൻ അന്വേഷിച്ച് നോക്കുന്നുണ്ട്. എന്നാൽ അവർക്കും അവനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ പോലീസുകാരൻ അവന്റെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, ഇത്ര സമയമൊന്നും അവന് കാട്ടിൽ സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഒരു സമയത്ത് ചിലപ്പോൾ അവൻ മരിച്ചിട്ടുണ്ടാവും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. നിങ്ങൾ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്റെ മോനൊന്നും സംഭവിക്കാനായിട്ടുള്ള സാധ്യതയില്ല. നിങ്ങൾ മര്യാദയ്ക്ക് വീണ്ടും ശരിക്കും അന്വേഷിക്കാനായിട്ട് പറയണം. ഇവിടെ തൊട്ടടുത്ത് ഒരു ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ ഇത്ര നേരം ഇവിടെ നിന്നല്ലേ, അവിടേക്ക് പോയിക്കോ. ആ ഒരു സമയത്ത് ഞങ്ങൾ ഈ ഒരു കാട് മുഴുവൻ വീണ്ടും അന്വേഷിക്കാന്ന് പറയാണ്. ഇയാളുടെ വൈഫ് പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ അവളെ അധികം നേരം അവിടെ അങ്ങനെ നിർത്താനായിട്ട് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ അവരെയും കൂട്ടിയിട്ട് ഈ ക്വാർട്ടേഴ്സിലേക്ക് പോവാണ്. ഈ ബിൽഡിങ്ങിൽ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനായിട്ട് ഒരു പയ്യനുണ്ടായിരുന്നു. ഇത് വന്ന സമയത്ത് തന്നെ അവരുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരുടെ റൂമിൽ കൊണ്ടുവെക്കാണ് അവൻ. ഇപ്പോ രാത്രി ഒരുപാട് വൈകിട്ടുണ്ട്. പ്രഗ്നന്റ് ആയിട്ടുള്ള നമ്മുടെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ക്ഷീണം കാരണം ഒന്ന് ഉറങ്ങി പോവാണ്. ഇതിനിടയിൽ കട്ടിലിൽ അവിടേക്ക് നോക്കുന്ന സമയത്ത് ഇവരുടെ മകൻ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവന്റെ തല ഇവരിരിക്കുന്ന ഭാഗത്തേക്ക് തിരിയാണ്. ഇത് കണ്ടിട്ട് ഇവള് നല്ല രീതിയിൽ തന്നെ ഷോക്ക് ആവുന്നുണ്ട്. എന്നാൽ ഒരു സെക്കൻഡിന് ശേഷം അവൾ ആ ഒരു ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ഈ റൂമിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് വന്നിട്ടുള്ള ഒരു ഹാലൂസിനേഷൻ ആയിരുന്നു അത്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ ഹീറോയിന്റെ മോളും അതുപോലെ തന്നെ ഈ ഒരു അസിസ്റ്റന്റ് ആയിട്ടുള്ള പയ്യനിലെ അവരെല്ലാരും കൂടിയിട്ട് കാടിന്റെ ഉള്ളിലേക്ക് പോവാണ്. അവന്റെ പേര് വിളിച്ചിട്ട് ആ ഒരു ഭാഗം മുഴുവൻ തെരഞ്ഞു നോക്കുകയാണ്. എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ നല്ലോണം തന്നെ ആ ഒരു ഭാഗമൊക്കെ തെരഞ്ഞു നോക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ അധികം ദൂരമൊന്നും അവൾക്ക് അങ്ങനെ നടന്നു പോകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല ഇവരുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളവും ഇപ്പൊ കുറേശ്ശെ ആയിട്ട് തീർന്നു വരികയാണ്. ഈ ഒരു സമയത്താണ് കാടിന്റെ ഉള്ളില് ഒരു ഓടിട്ട വീട് ഇവർ കാണുന്നത്. അവിടെ ആരെങ്കിലും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവിടെ പോയാൽ ചിലപ്പോൾ നമുക്ക് വെള്ളം കിട്ടിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പയ്യൻ ഇവരെയും കൂട്ടി അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വയസ്സായിട്ടുള്ള ലേഡി ആയിരുന്നു ഉണ്ടായിരുന്നത്. അവരിപ്പോ നമ്മുടെ ഹീറോയിൻ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അവൾക്ക് കഴിക്കാനായിട്ടുള്ള ഭക്ഷണവും വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അവിടെ ഇരുത്തിയിട്ട് ഹീറോയിന്റെ മോളും അതുപോലെ തന്നെ ആ ഒരു പയ്യനും കൂടിയിട്ട് കാടിന്റെ ഉള്ളിലേക്ക് പോവാണ്. കുറെ സമയം കഴിഞ്ഞ സമയത്ത് കാടിന്റെ ഉള്ളിൽ നന്നായിട്ട് തന്നെ മഴ പെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്താണ് അവൾക്ക് അവന്റെ ഫോണിൽ നിന്നും ഒരു സിഗ്നൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സിഗ്നൽ ഫോളോ ചെയ്തിട്ട് ഇവർ രണ്ടുപേരും മുന്നോട്ടേക്ക് പോയി നോക്കുകയാണ്. അവസാനമായിട്ട് അവനൊരു പാവ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു പാവ ഇവൾക്ക് കിട്ടുകയാണ്. ഇവളിതെടുത്തിട്ട് അവളുടെ ബാഗിൽ എടുത്തിട്ടുണ്ട്. അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കുറ്റിക്കാട്ടിൽ നിന്നുമായിരുന്നു ആ ഒരു ഫോണിൽ നിന്നും സിഗ്നൽ വന്നുകൊണ്ടിരുന്നത്. ഇവളിപ്പോ ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ എന്തോ ഒരു ശക്തി അവളുടെ കൈ ഉള്ളിലേക്ക് പിടിച്ച് വലിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ പയ്യൻ അവളെ കയറി പിടിക്കുന്നുണ്ട്. അകത്തുണ്ടായിരുന്ന ആ ഒരു പ്രേതം അവളുടെ കയ്യിൽ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയോ അവളെ പിടിച്ചു വലിച്ച് രക്ഷിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ജീവനോടെ ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും ഓടുകയാണ്. കുറെ സമയത്തിന് ശേഷം ഇവൾ ഓടിയിട്ട് ഇവരുടെ കാറ് നിർത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവരിങ്ങനെ പേടിച്ച് വരേണ്ട ഓടി വരുന്ന കണ്ടു കഴിഞ്ഞപ്പോ അവളുടെ അച്ഛൻ കാര്യം ചോദിക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവള് അങ്ങനെ ഒരു രൂപം അവിടെ കണ്ട കാര്യമൊന്നും ഇപ്പൊ പറയുന്നില്ലായിരുന്നു. എല്ലാരും ചേർന്നിട്ട് പോലീസുകാരുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ പോലീസ് ഓഫീസറുടെ അടുത്ത് നിങ്ങളുടെ അന്വേഷണമൊക്കെ എന്തായി, എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ ഇന്നലെ രാത്രി മുഴുവനും ഞങ്ങൾ ആ ഒരു കാട് മുഴുവൻ അരിച്ചു പറക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു പയ്യൻ അവിടേക്ക് പോയതിന്റെ ആയിട്ടുള്ള ഒരു തെളിവും തന്നെ അവിടെ എവിടെ ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. നിങ്ങളുടെ മകൻ മാത്രമല്ല ഒരുപാട് ആളുകൾ ഈ ഒരു കാടിനുള്ളിൽ കാണാതായിട്ടുള്ള ഒരു കുട്ടിയെ പോലും ഞങ്ങൾക്ക് ജീവനോടെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ എന്റെ മകനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, തീർച്ചയായിട്ടും ജീവനോടെ തന്നെ അവൻ പുറത്തേക്ക് വരുന്നൊക്കെ ഹീറോ ഇപ്പൊ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പറയാണ്. ഇപ്പൊ ഈ പെണ്ണിന്റെ കയ്യിൽ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രേതം പിടിച്ചു വലിച്ചതിന്റെ പാടുകൾ ഉണ്ടായിരുന്നില്ലേ, അത് നമ്മുടെ ഹീറോയിൻ കാണാണ്. ഇതെന്താ സംഭവിച്ചത് എങ്ങനെയാന്നൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ ഈ ഒരു പയ്യനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് കണ്ടുപിടിച്ചിട്ടുള്ള ആ ഒരു പാവേനെ പറ്റിയിട്ടൊക്കെ അവന്റെ ഫ്രണ്ടിനെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഈ ഒരു പാവേനെ കണ്ട സമയത്ത് തന്നെ ആ പയ്യൻ പറയാണ്, ഇത് ജയിലാങ്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാവയല്ലേ, മരിച്ചുപോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാവയാണിത്. ആ ഒരു പാവ നമ്മൾ കയ്യിൽ വെക്കാനായിട്ട് പാടില്ല, എന്തിനും നമ്മൾ അതിൽ തൊടാനായിട്ട് പോലും പാടില്ല എന്ന് പറയാണ്. ഇപ്പൊ ഈ പയ്യനും പറയാണ്, ഞാൻ ഇവിടേക്ക് വന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള ആളുകൾ കാടിന്റെ ഉള്ളിലേക്ക് അധികം പോകരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാടിന്റെ ഉള്ളിൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. ആ ഒരു ആത്മാവ് കാട് മുഴുവനും രക്തദാഹത്തോടെ നടക്കുകയാണ്. അത് മാത്രമല്ല ഇന്റർനെറ്റിൽ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോകളും ഉണ്ടായിരുന്നു. രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ട് ആ ഒരു വീഡിയോസ് ഒക്കെ കാണാനിപ്പോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഈ വീടിന്റെ പുറത്തു നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അവളിപ്പോ മെല്ലെ ജനൽ വഴി പുറത്തേക്ക് നോക്കുന്നുണ്ട്. എന്നാൽ പുറത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതേ സമയത്ത് തന്നെ പെട്ടെന്ന് കറണ്ട് പോവാണ്. ഇതിപ്പോ എന്താ പെട്ടെന്ന് ഓഫായെന്ന് വിചാരിച്ചിട്ട് അവള് നേരെ മെയിൻ സ്വിച്ചിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതൊക്കെ സെറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. എന്നാൽ വീണ്ടും കറണ്ട് പോകുന്നുണ്ട്. ഇവള് വീണ്ടും ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇവൾ എന്തോരം ശ്രമിച്ചിട്ടും അതൊന്നും സെറ്റ് ആക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ ഡോറ് തുറക്കുന്ന മാതിരി ഒരു ശബ്ദം കേൾക്കാണ്. അവളുടെ മകള് സേഫ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ മകളുടെ റൂമിലേക്ക് പോയി നോക്കുന്നുണ്ട്. എന്നാൽ അവൾ നന്നായിട്ട് തന്നെ ഉറങ്ങുന്നുണ്ടായിരുന്നു. നന്നായിട്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് പുതപ്പൊക്കെ പുതപ്പിച്ചു കൊടുത്തതിന് ശേഷം അവളിപ്പോ തിരിഞ്ഞു നടക്കുകയാണ്. അതേ സമയത്ത് തന്നെ അവളുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. ഫോൺ എടുത്ത് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡില് ഇവളുടെ മകളായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ അവൾക്ക് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബെഡിൽ ആരായിരിക്കും കിടക്കുന്നുണ്ടാവുക. അവളിപ്പോ മെല്ലെ പോയിട്ട് ബെഡ്ഷീറ്റ് വലിച്ചു നോക്കുകയാണ്. എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് തന്നെ ബാത്റൂമിന്റെ ഉള്ളിൽ നിന്നും അവന്റെ മോൻ കരയുന്ന മാതിരി ഒരു ശബ്ദം കേൾക്കാണ്. കേക്ക് മാത്രമല്ല അവന്റെ രൂപം അവൾ അവിടെ കാണുന്നുണ്ട്. ഇപ്പൊ മോനെന്ന് വിളിച്ചിട്ട് അവൾ ഓടി ചെല്ലുകയാണ്. അതേ സമയത്ത് തന്നെ ബാത്റൂമിന്റെ ഡോറ് ശക്തമായിട്ട് അടയുന്നുണ്ട്. ഒരു വിധത്തില് അവൾ എങ്ങനെയൊക്കെയോ ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിലേക്ക് കയ്യിലുണ്ടായിരുന്ന ടോർച്ച് ഓടിച്ചിട്ട് ഉള്ളിലേക്ക് പോവാണ്. ചെന്ന് നോക്കുന്ന സമയത്ത് നിലത്ത് ഒരുപാട് രക്തം അങ്ങനെ തെറിച്ച് കിടക്കുന്നുണ്ട്.
ഇതിപ്പോ എവിടുന്നാണ് ഇത്രയും രക്തം വന്ന് വീണിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവള് മെല്ലെ നോക്കുകയാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു പ്രേതം അവളുടെ മകന്റെ തല പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട സമയത്ത് തന്നെ അവൾ അലറി വിളിച്ച് നിലത്തേക്ക് വീഴുന്നുണ്ട്. ഇപ്പൊ കണ്ണുറന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവളുടെ ഹസ്ബൻഡ് മുന്നിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നേരം ഇവള് കണ്ടുകൊണ്ടിരുന്നത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. ഹീറോയും ഇപ്പോ ഇവളുടെ മകനെ കാണാതെ ഇരിക്കല്ലേ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നതെന്ന് വിചാരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇവര് വീണ്ടും ആ ഒരു കാട്ടിലേക്ക് പയ്യനെ തെരഞ്ഞു പോവാണ്. ഹീറോ ഇപ്പോ പോലീസുകാരുടെ കൂടെ ചേർന്നിട്ട് ആ ഒരു പുഴ മുഴുവനായിട്ട് തെരഞ്ഞു നോക്കുന്നുണ്ട്. ഈ വീട്ടിലുണ്ടായിരുന്ന പയ്യനും നമ്മുടെ ഹീറോയിന്റെ മകളും ചേർന്നിട്ട് ഈ കാട്ടിൽ വെച്ചിട്ട് കാണാതായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് എടുക്കുന്നുണ്ട്. ആ കേസൊക്കെ അവർ നന്നായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. മരിച്ചുപോയതിനു ശേഷമാണ് ഇവരെല്ലാരെയും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ കണ്ടുപിടിച്ച സമയത്ത് എല്ലാവരും കഴുത്തൊടിഞ്ഞിട്ടാണ് മരിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും കഴുത്ത് ഒരേ രീതിയിൽ തന്നെയാണ് ഒടിഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒത്തുവെച്ച് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ പിള്ളേരെ കൊണ്ടുപോയിട്ടുള്ള അതേ ആത്മാവ് തന്നെയായിരിക്കും ഇവരുടെ അനിയനെയും കൊണ്ടുപോയിട്ടുണ്ടാവുക എന്നുള്ളത് അവൾക്ക് ഇപ്പൊ മനസ്സിലാവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ പയ്യൻ പുഴയും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യുന്ന ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അയാളുടെ വീട്ടിലേക്ക് നമ്മുടെ ഹീറോനെ കൂട്ടിയിട്ട് പോലീസ് വരികയാണ്. അയാളുടെ അടുത്ത് ഇപ്പൊ ആ ഒരു പയ്യന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇവനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുഴക്കരയിൽ വെച്ചിട്ട് ഞാൻ ഇവനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇരുട്ടാവുന്നതിന് മുന്നേ അച്ഛന്റെ അമ്മേന്റെ അടുത്തേക്കും പോയിക്കോ, നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്, ഞാൻ കൊണ്ടുവിടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റി സാർ, അവനെ കാണാതായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പൊ ഹീറോ ഇയാളുടെ വീട് മുഴുവൻ അരിച്ചു വെറുക്കുകയാണ്. അതിന്റെ ഇടയിൽ ഇവന്റെ മകന്റെ ജാക്കറ്റ് അവൻ അവിടുന്ന് കിട്ടുന്നുണ്ട്. ഇത് കണ്ടപ്പോ തന്നെ അവൻ നല്ല രീതിയിൽ പാനിക് ആവാണ്. എന്റെ മകനെ നീയാണ് തട്ടിക്കൊണ്ടുപോയത്, അവൻ എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് അയാളെ തല്ലാനായിട്ട് വരികയാണ് അവൻ. ഇയാൾ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പോലീസുകാരൻ ചാടി വീണിട്ട് അവനെ പിടിക്കുകയാണ്. ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഇടയിൽ പോലീസുകാരന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. കാട്ടിൽ നിന്നൊന്നും ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയാണ്. ഈ ഒരു കാര്യം അറിഞ്ഞപ്പോ തന്നെ ഹീറോയ്ക്കും ഹീറോയിനും നല്ല രീതിയിൽ തന്നെ ടെൻഷൻ ആവാണ്. ആ ഒരു ടെൻഷനിൽ ഇവരെല്ലാരും ഹോസ്പിറ്റലിലേക്ക് ഓടി വരുന്നുണ്ട്. ചെന്ന് നോക്കുന്ന സമയത്ത് അത് ഇവരുടെ മകന്റെ ബോഡി അല്ലായിരുന്നു. ഇത് അറിഞ്ഞ സമയത്താണ് രണ്ടുപേർക്കും ഒരു ആശ്വാസം ആവുന്നത്. ഹീറോയിനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പില് ഇവരുടെ മകള് നേരെ മോർച്ചറിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഇവളിപ്പോ ആ ഒരു ബോഡി വീണ്ടും പോയി നോക്കുന്നുണ്ട്. ഈ മരിച്ചു കിടക്കുന്ന കുട്ടി ഇവളുടെ അനിയനെ പോലെ തന്നെ കുറച്ചു നാൾ മുന്നേ കാണാതായതാണ്. ഇവൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ ഇവൾക്ക് ഒരു ശബ്ദം കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചേച്ചി എന്നെ രക്ഷിക്കുന്നത് അവളുടെ അനിയൻ വിളിച്ചു പറയുന്ന ശബ്ദം കേൾക്കുകയാണ്. ഇത് എവിടുന്നാണ് ഈ ശബ്ദം വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ ആ ഒരു ഭാഗം മുഴുവൻ തെരഞ്ഞു നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവിടെ കിടക്കുന്നുണ്ടായിരുന്ന ആ ഒരു കുട്ടി ഇവളുടെ അനിയനെ പോലെ മാറുന്നുണ്ട്. എന്നിട്ട് എന്നെ രക്ഷിക്കുന്നൊക്കെ ഉറക്കെ വിളിച്ച് കരയാണ്. അവിടെ കിടക്കുന്നുണ്ടായിരുന്ന ആ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇവളുടെ കഴുത്തിലേക്ക് വീണ്ടും കയറി പിടിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു പയ്യൻ റൂമിന്റെ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. ഇവനെ കണ്ട അതേ സമയത്ത് തന്നെ ആ ഒരു ആത്മാവ് അവിടുന്ന് പോകുന്നുണ്ട്. ഹീറോയിനിപ്പോ നേരെ പോയത് കാടിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു വീടില്ലേ അവിടേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ലേഡിക്ക് ഇപ്പൊ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോഴും എന്റെ മോന് വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങാനും അവൻ ഈ ഒരു ഭാഗത്തു കൂടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല വിശപ്പിലായിരിക്കും അവൻ വരുന്നുണ്ടാവുക. അവന് കഴിക്കാനായിട്ട് ഈ ഒരു ഭക്ഷണമൊക്കെ കൊടുക്കണം കേട്ടോ എന്നിങ്ങനെ പറയാണ്. നീ സേഫ് ആയിട്ട് വീട്ടിലേക്ക് പോകുന്ന പറഞ്ഞിട്ട് അവളിപ്പോ അവര് പറഞ്ഞു വിടുകയാണ്. ഇവളിപ്പോ പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ ഇവളുടെ വയറ് ഇപ്പൊ ചെറുതായിട്ട് വേദന എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ആ ഒരു ലേഡി വന്നിട്ട് പറയാണ്, ഈ ഒരു അവസ്ഥയിൽ നീ ഇപ്പൊ തിരിച്ചു പോകേണ്ട ആവശ്യമില്ല, ഇന്ന് വേണമെങ്കിൽ നീ ഇവിടെ സ്റ്റേ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലേഡി അവളെ അവിടെ പിടിച്ച് നിർത്തുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിന്റെ മകളും അതുപോലെ തന്നെ ആ ഒരു പയ്യനും ചേർന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. ഈ ഒരു പിള്ളേരെ കാണാതായിട്ടുള്ള കേസിൽ ഒരുപാട് എവിഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനെയുള്ള എവിഡൻസും കാര്യങ്ങളെല്ലാം ഇവരിപ്പോ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്കും ഒരു പാവയുടെ പീസ് കിട്ടുന്നുണ്ട്. അതും ഇത് ഈ ഒരു ജയിലാങ് ബോംബ് എന്ന് പറഞ്ഞിട്ടുള്ള പാവയുടെ പീസായിരുന്നു. ഈ ഒരു പാവയുടെ ഉള്ളിൽ ഒരു ചീട്ടുണ്ട്. അതേ ചീട്ട് തന്നെ ഇവർക്ക് കിട്ടിയിട്ടുള്ള പാവയുടെ ഉള്ളിലും ഉണ്ട്. ഇവര് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് അഴിച്ചു നോക്കുകയാണ്. അതേ സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ബൈക്ക് മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ ഇവരെ കണ്ടിട്ട് ഷോക്കാവാണ്. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ശരി, ഞാനൊന്ന് പുറത്തേക്ക് പോവാണ്, അതുവരെ ഇവരെ നോക്കിക്കോന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ ആ ഒരു ലേഡിയും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അതിനിടയിൽ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, ഇത്രയും വലിയ കാടിന്റെ നടുവിലായിട്ട് നിങ്ങൾ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? ഏയ്, ആരാ പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്കാണെന്ന്? എന്റെ കൂടെ എന്റെ മോളും ഉണ്ട്. ഹീറോയിൻ ഇപ്പോ ഇവരുടെ മോളെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവർ അതിനൊന്നും മറുപടി പറയാതെ വേറെ ചില കാര്യങ്ങൾ പറയാണ്. എന്റെ മകൾ ചെറുതായിരുന്ന സമയത്ത് സ്കൂളിൽ പോകുമ്പോ അവിടുത്തെ പിള്ളേരെല്ലാരും തന്നെ എന്റെ മകളെ ഒരുപാട് ടോർച്ചർ ചെയ്യായിരുന്നു. ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നൊക്കെ ഭയങ്കര ദേഷ്യത്തില് അവരിപ്പോ പറയാണ്. ഇതേ സമയത്ത് നമ്മൾ സ്റ്റേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ബൈക്ക് മോഷ്ടിച്ചതിന് ഒരാളെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ, അവൻ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് വെച്ചിട്ട് ഹീറോയിന്റെ മകളുടെ മുഖത്തേക്ക് ഇങ്ങനെ അടിക്കുകയാണ്. ഇപ്പൊ പെട്ടെന്ന് ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്ന പാവ ഇങ്ങനെ കുത്തനെ എണീറ്റ് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് എല്ലാവരും തന്നെ ഷോക്ക് ആവാണ്. അതേ സമയത്ത് ഇവർ നിൽക്കുന്നതിന് തൊട്ട് മുന്നിലായിട്ട് ഒരു പോർട്ടൽ മാതിരി എന്തോന്നും ഉണ്ടാവുന്നുണ്ട്. അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ഈ ഒരു കള്ളനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഓടുകയാണ്. ഹീറോയിന്റെ മകൾ നോക്കുന്ന സമയത്ത് അവളുടെ അനിയനെങ്ങനെ എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ഉറക്കെ കരയുന്നതാണ് അവൾ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളും ഇപ്പൊ ആ ഒരു പോർട്ടലിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇവൾ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ആ ഒരു അസിസ്റ്റന്റ് പയ്യനുണ്ടായിരുന്നില്ലേ, അവനും ഈ ഒരു പോർട്ടലിന്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ അവൻ കയറുന്നതിന് മുന്നേ തന്നെ ആ ഒരു പോർട്ടൽ മുഴുവനായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയും ചില പോലീസ് ഓഫീസേഴ്സും ചേർന്നിട്ട് ഈ ഒരു കാട്ടുകൂടെ ഇങ്ങനെ വരികയാണ്. ഇവരുടെ കൂടെ തന്നെ ആ ഒരു പുഴയൊക്കെ ക്ലീൻ ചെയ്യുന്ന ആളല്ലേ, അയാളെയും പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു പോലീസുകാരൻ വന്നിട്ട് അവന് ശരിക്കും അടിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ കിഡ്നാപ്പ് ചെയ്തിട്ടുള്ള പിള്ളേരൊക്കെ എവിടെ വെച്ചിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയാളാണെന്നുണ്ടെങ്കിൽ, സാർ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാർ, ഞാൻ കിഡ്നാപ്പ്
കിഡ്നാപ്പ് ചെയ്തിട്ടില്ല. ആ പിള്ളേരെയൊക്കെ ഈ കാട്ടിലുള്ള പ്രേതമാണ് കടത്തിയിട്ട് പോയിട്ടുള്ളത്. അതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല, എന്നെ വിടുന്നൊക്കെ പറയാണ്. ഇവനിങ്ങനെ പ്രേതം അത് ഇതെന്നൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരന്റെ കയ്യിൽ നിന്നും ഗണ്ണെടുത്തിട്ട് അയാളുടെ നെറ്റിയിലേക്ക് എന്നെ വെക്കുന്നുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ നിന്നെ ഇവിടെ വെച്ചിട്ട് ഞാൻ കൊന്നു കളയെന്ന് പറയാണ്. ഇവനിങ്ങനെ ഒരുപാട് ഇമോഷണൽ ആയിട്ട് പെരുമാറുന്നത് കഴിഞ്ഞപ്പോൾ പോലീസ് ഓഫീസേഴ്സ് അവനെ പിടിച്ചു മാറ്റാണ്. എന്നിട്ട് ഒരു വിധത്തിൽ അവനെ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ അവർ ലേഡിയുടെ വീട്ടിൽ തന്നെയല്ലേ ഉള്ളത്. കുറച്ച് സമയത്തിന് ശേഷം അവൾക്ക് അവളുടെ മകൻ സംസാരിക്കുന്നത് പോലെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ശബ്ദം ഇങ്ങനെ ഇവിടെ വന്നേന്ന് ആലോചിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തിയും ധൈര്യത്തിനെടുത്ത് കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് ശബ്ദം കേട്ട ഡയറക്ഷനിലേക്ക് അവൾ നടന്നു പോകുന്നുണ്ട്. ചെന്ന് നോക്കുന്ന സമയത്ത് ഒരുപാട് ഉയരമുള്ള ഒരു ഡെഡ് ബോഡി അവിടെ ഉണ്ടായിരുന്നു. ഈ വയസ്സായിട്ടുള്ള ലേഡി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മുടിയൊക്കെ ചീവി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ടുള്ള നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഞെട്ടിപ്പോവാണ്. ഇപ്പൊ ഈ ഒരു ലേഡി അവരുടെ ഫ്ലാഷ് ബാക്കിലെ കഥകളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഇവർ കണ്ടിട്ടുള്ള ബോഡി ഈ ലേഡിയുടെ കുട്ടിയായിരുന്നു. ഇവൾക്ക് അവളുടെ വയസ്സിൽ കവിഞ്ഞിട്ട് ഒരുപാട് ഹൈറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ള എല്ലാ പിള്ളേരും അവളെ ഒരുപാട് കളിയാക്കാണ്. അവൾ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യങ്ങളൊന്നും സഹിക്കാൻ വയ്യാതെ അവൾ അവസാനം അവിടെ ഉണ്ടായിരുന്ന ഒരു പുഴയിലേക്ക് ചാടിയിട്ട് ആത്മഹത്യ ചെയ്യാണ്. ഈ മരിച്ചു പോയിട്ടുള്ള ഇവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരെന്ന് ആലോചിച്ചിട്ട് ഈ പുഴയൊക്കെ ക്ലീൻ ചെയ്ത് നടക്കുന്ന ആളല്ലേ, അയാളുടെ അടുത്ത് പോയിട്ട് ഈ ലേഡി ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഒരു പാവയെ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പാവയെ കാടിന്റെ പല ഇടങ്ങളിലായിട്ട് അവരങ്ങനെ കുത്തി നിർത്തിയേക്കാണ്. ഈ പാവ കണ്ടിട്ട് പിള്ളേർ അങ്ങോട്ടേക്ക് വന്നിട്ട് അതിനെ എടുക്കുന്നുണ്ട്. അങ്ങനെ എടുത്തിട്ടുള്ള പിള്ളേരെല്ലാരും തന്നെ ആ കുട്ടികളാണ് ഈ പ്രേതം എടുത്തിട്ട് പോയിട്ടുള്ളത്. അങ്ങനെ കിഡ്നാപ്പ് ചെയ്തിട്ടുള്ള പിള്ളേരുടെ ആത്മാക്കൾ എടുത്തിട്ട് ഈ പ്രേതം വീണ്ടും ശക്തി ആർജിക്കുകയാണ്. അങ്ങനെ അതിന്റെ ശക്തി കൂടിക്കൂടിയിട്ട് അവൾ വീണ്ടും തിരിച്ചു വരുന്നതാണ് ഈ ഒരു ലേഡി വിശ്വസിക്കുന്നത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി ഇപ്പോ ആ ഒരു ലേഡിക്ക് നേരെ ചൂണ്ടുകയാണ്. നിങ്ങളുടെ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നാട്ടിലുള്ള എത്ര പിള്ളേരാണ് നിങ്ങൾ കൊന്നിട്ടുള്ളത്, നിങ്ങൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ടോന്ന് പറഞ്ഞിട്ട് നേരെ ആ ഒരു അസിസ്റ്റന്റ് പയ്യനെ കോൾ ചെയ്യാണ്. കോൾ ചെയ്തിട്ട് അവന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തന്നെ വിശദമായിട്ട് അവർ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രേതങ്ങളുടെ ലോകത്തിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നില്ലേ, അവളുടെ കൂടെ തന്നെയാണ് ആ ഒരു കള്ളനും ഉണ്ടായിരുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും തന്നെ അതിൽ നിന്നും എങ്ങനെയാണ് പുറത്തേക്ക് വരേണ്ടത്, എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫോഗ് ആയിരുന്നു. അത് മാത്രമല്ല ഒരുപാട് മരിച്ചു പോയിട്ടുള്ള ആളുകളുടെ ഡെഡ് ബോഡിയും അവിടെ ഉണ്ടായിരുന്നു. എന്നാലും അവളുടെ അനിയന്റെ ശബ്ദം ഇപ്പൊ ഒരു ഡയറക്ഷനിൽ നിന്ന് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഡയറക്ഷൻ നോക്കിയിട്ട് അവൾ മുന്നോട്ടേക്ക് നടന്നു പോവാണ്. അങ്ങനെ അവസാനം അവൾ അവളുടെ അനിയനെ കണ്ടുപിടിക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അവൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവന്റെ കയ്യിലും കാലിലും ഉണ്ടായിരുന്ന കെട്ടുകളൊക്കെ കഴിച്ചിട്ട് അവൻ അവിടുന്ന് രക്ഷിക്കാനായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ഈ പ്രേതം അങ്ങോട്ടേക്ക് വരികയാണ്. ഇപ്പൊ നേരെ ആ ഒരു കള്ളനെ കയറി പിടിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ അവനെ മേലേക്ക് എടുത്ത് പൊക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം അവന്റെ കഴുത്തൊടിച്ചിട്ട് അവനെ കൊല്ലുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിനും ആ ഒരു പയ്യനും ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പേടിയാവാണ്. രണ്ടുപേരും ഓടി ഓടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വീടിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കുന്നുണ്ട്. ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ആ ഒരു പാവ ഉണ്ടായിരുന്നു. ഇപ്പൊ നേരെ ഈ ഒരു പാവയും കയ്യിലെടുത്തിട്ട് അവൾ ഡോർ അടയ്ക്കുകയാണ്. ഈ പാവയുടെ തലയിൽ ഒരു കടലാസ് ഉണ്ടായിരുന്നല്ലേ, അതിന്റെ ഉള്ളിൽ ഒരു മന്ത്രം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ കടലാസ് എന്തിനാണ് ബൊമ്മേന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ എഴുതി വെച്ചിട്ടുള്ള മന്ത്രമാണ് റിയൽ ആയിട്ടുള്ള വേൾഡിലും അതുപോലെ തന്നെ ഈ വേൾഡിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കാര്യം. അതുകൊണ്ടാണ് സ്റ്റാർട്ടിംഗ് സീനിൽ രണ്ട് കപ്പിൾസിനെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ, അവർ ആ ഒരു കടലാസ് എടുത്തിട്ട് അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന മന്ത്രങ്ങളൊക്കെ ഉറക്കെ ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പോർട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഉള്ളിലുണ്ടായിരുന്ന പ്രേതം ഹസ്ബൻഡിന്റെ തല തിരിച്ചു ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ പുറത്തുണ്ടായിരുന്ന പ്രേതമാണെന്നുണ്ടെങ്കിൽ കഥക് തുറക്ക്, ഞാൻ ഉള്ളിലേക്ക് വരാം, ഞാൻ ഉള്ളിലേക്ക് വരാന്നൊക്കെ അലറി വിളിച്ച് പറയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ ആ ഒരു മന്ത്രം ചൊല്ലി നിർത്തുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ രണ്ടുപേരും റിയൽ ആയിട്ടുള്ള വീട്ടിലേക്ക് എത്തുകയാണ്. ഇവരെവിടെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വയസ്സായിട്ടുള്ള ലേഡിയില്ലേ, അവരുടെ വീട്ടിലായിരുന്നു ഇവർ രണ്ടുപേരും എത്തിയിട്ടുണ്ടായിരുന്നത്. പിള്ളേരെ രണ്ടുപേരെ കണ്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാവാണ്. അവളിപ്പോ ഓടി വന്നിട്ട് രണ്ടുപേരെയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈ വീടിന്റെ ഭിത്തിന്റെ ഉള്ളിൽ നിന്നും വീണ്ടും ആ ഒരു പോർട്ടൽ ഉണ്ടാവാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയിന്റെ മകനെ അതിലേക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു പാവ എടുത്തിട്ട് അത് വെച്ചിട്ട് ഈ ഒരു പ്രേതത്തിന്റെ തലയിലേക്ക് കുത്താണ്. ഇപ്പൊ വീണ്ടും അത് ആ ഒരു പ്രേതത്തിന്റെ വേൾഡിലേക്ക് തന്നെ പോവാണ്. ഇത് പ്രേതമാണെങ്കിലും ഈ ഒരു ലേഡിയുടെ മകളായിരുന്നില്ലേ അവര്, നിങ്ങൾ എന്റെ മോളെ കൊന്നിട്ടില്ലേ, തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി എടുത്തിട്ട് ഇവരെ കുത്താനായിട്ട് വരാണ്. ഇവരെ ഒരു കത്തി എടുത്ത് വീശുന്നത് ആർക്കും തടയാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അവർ അത്രയും തന്നെ ദേഷ്യത്തിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഈ ഒരു ലേഡി ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിന്റെ വയറ്റിലുണ്ടായിരുന്ന ആ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും അവർ വെറുതെ വിടാനായിട്ട് തയ്യാറല്ലായിരുന്നു. ആ വയറിലേക്ക് കത്തി ഇറക്കാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്തേക്കും നമ്മുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു പയ്യനില്ലേ, അവൻ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കയ്യിൽ കിട്ടിയിട്ടുള്ള എന്തോ ഒരു കട്ട എടുത്തിട്ട് അവരെ തലയ്ക്ക് തന്നെ അടിക്കുകയാണ്. അവർ ഒറ്റ അടിയിൽ തന്നെ അവരുടെ ബോധം പോകുന്നുണ്ട്. ഇവരിങ്ങനെ ബോധം കെട്ടി കിടക്കുന്ന ഈ ഗ്യാപ്പിൽ ഇവിടുന്ന് രക്ഷപ്പെടാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കാറിന്റെ അടുത്തേക്ക് ഓടുന്നുണ്ട്. വീണ്ടും ഈ ഒരു ലേഡി കയ്യിൽ കത്തിയായിട്ട് ഇവരെ കൊല്ലാനായിട്ട് വരുന്നുണ്ട്. അവരെങ്ങനെയൊക്കെയോ ഈ ഒരു കാറിനുള്ളിൽ കയറി പെടുന്നുണ്ട്. ഒരുപാട് ദേഷ്യത്തില് ഇവരെ കൊന്നേ തീരുന്നുള്ള ആ ഒരു വെറിയിലാണ് അവർ വന്നിട്ടുള്ളത്. കാറിലുണ്ടായിരുന്ന എല്ലാവർക്കും നേരെ അവർ കത്തി വീശാണ്. നമ്മുടെ അസിസ്റ്റന്റ് പയ്യനാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാറ് ഭയങ്കര വേഗത്തിൽ തന്നെ മുന്നോട്ടേക്ക് എടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ നമ്മുടെ ഹീറോയിന്റെ മകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കത്തി എങ്ങനെയൊക്കെയോ പിടിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ എന്നെ രക്ഷിക്കുന്നൊക്കെ ഉറക്കെ വിളിച്ച് പറയാണ്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ തലമുടി പിടിച്ചു വലിച്ചിട്ട് അവളെ വീടെന്നൊക്കെ ഉറക്കെ വിളിച്ച് പോകുന്നുണ്ട്. ഇവരിപ്പോ പോയിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ടിട്ടുള്ള ആ ഒരു ആർച്ചിലെ അതിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് നമ്മുടെ ഹീറോയിന്റെ മകള് ഇതാണ് സമയം എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ലേഡിയുടെ തല പുറത്തേക്ക് തള്ളി വിടുകയാണ്. നമ്മുടെ അസിസ്റ്റന്റ് പയ്യനാണെന്നുണ്ടെങ്കിൽ കാറിന്റെ വേഗത വീണ്ടും കൂട്ടുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ലേഡിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം
പ്ലാൻ ആവാണ് ഇപ്പോ. അവരുടെ തല ഒന്നായിട്ട് ചെതറി പോകുന്നുണ്ട്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. പോലീസ് ഓഫീസർ ഇവരെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ ഈ ലേഡീനെ കൊന്നിട്ടുള്ള കാര്യമൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട, ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങളിപ്പോ സേഫ് ആയിട്ട് തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ പോയിക്കൊള്ളാനായിട്ട് പറയാണ്. നമ്മുടെ ഹീറോയിന്റെ ഫാമിലി സന്തോഷമായിട്ട് അവരുടെ നാട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. പോകുന്നതിന് മുന്നേ ആ ഒരു പയ്യനും നമ്മുടെ ഹീറോയിന്റെ മകൾക്കും തമ്മിൽ ചെറിയ എന്തോ ഒരു ക്രഷൊക്കെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്നതിന് മുന്നേ രണ്ടുപേരും ഇപ്പൊ കെട്ടിപ്പിടിക്കുകയാണ്. ഇവരെല്ലാരും കൂടിയിട്ട് ഇപ്പൊ അവരുടെ നാട്ടിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ലേഡിക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു പുഴയൊക്കെ ക്ലീൻ ചെയ്യുന്ന ആള്, അയാൾ ഈ ഒരു പാവയായിട്ട് കാടിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു പാവയിലേക്ക് ഇയാൾ എന്തോ ഒരു മന്ത്രമൊക്കെ ചൊല്ലുകയാണ്. വീണ്ടും ഈ ഒരു പ്രേതം വരുന്നുണ്ടെന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് സിനിമ ഇടവച്ച് കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് നോക്കാനും മറക്കണ്ട. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. We're here to ignite, step into shadows, into the night. Legends unfold as we tear through the dark, echoes of battles that left their mark. Mysteries deep where the brave don't roam, haunted by secrets where shadows call home. In the magical universe no rules apply, so gear up, stay sharp, it's Tail Frog, let's fly.